പരീക്ഷയുടെ തലേദിവസവും പഠിക്കുന്ന കുട്ടികൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ കുട്ടിയുടെ തല കിഴക്കോട്ട് തിരിച്ചിട്ട് ബെഡ് സെറ്റ് ചെയ്യാം. തെക്കോട്ട് തല തിരിച്ചിട്ട് ബെഡ് സെറ്റ് ചെയ്താൽ പിറ്റേ ദിവസം നേരം പറയുന്നത് കുഞ്ഞിനെ തറച്ചുള്ള ഇൻ്റലക്ച്വൽ വർക്കെല്ലാം പോയി. അവൻ പരീക്ഷയ്ക്ക് തോന്നി. കുട്ടികൾ കിടക്കുന്ന ബെഡ് കിഴക്കോട്ട് തിരിച്ചിട്ടേക്കണം. ഭർത്താക്കന്മാർ കിടക്കുമ്പോൾ രാത്രി തെക്കോട്ട് തല വെച്ച് ഭർത്താവിനെ കിടത്തി ഉറയ്ക്കാൻ. പിറ്റേ ദിവസം മിക്കവാറും ഭാര്യയ്ക്ക് തലയിട്ടിരിക്കും. അതാണ് ഭർത്താവിൻ്റെ തല കിഴക്കോട്ട് വെച്ചിട്ടേ ഭർത്താവിനെ ഉറക്കണം. ഭാര്യമാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുഞ്ഞ് പഠിക്കുമ്പോൾ അവൻ കിഴക്കോട്ടായിരിക്കണം, ഉറങ്ങുമ്പോൾ തല കിഴക്കോട്ടായിരിക്കണം. കിഴക്കോട്ട് വിശ്വസിച്ച് ഉറങ്ങണം. കുട്ടി പഠിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കാല് തറ തുടങ്ങും. നമ്മുടെ ഇൻ്റലക്ച്വൽ വർക്ക് നടക്കുന്നത് ഞരമ്പുകളുടെ സർഫസുള്ള സോഡിയം പൊട്ടാസ്യം അയൺസിനകത്തൂടെ ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ കാല് തറ പൊട്ടുപോയെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഭൂമി വലിച്ചെടുത്ത് ഒരു 3/4 മണിക്കൂർ പഠിക്കാൻ ഇൻട്രസ്റ്റില്ല. കുഞ്ഞിന് അലസനായി. അതുകൊണ്ട് കുട്ടിയുടെ കാല് വെക്കാൻ വേണ്ടി ഒരു സ്റ്റൂൾ കൊടുക്കണം, ഒരു തലയണ വെക്കണം. കോട്ടൺ ഈസ് ദ പോറസ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഒരിക്കലും പോവുകയാണ്. മണിക്കൂറുകൾ പഠിച്ചാലും കുട്ടിക്ക് പഠിക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു സ്റ്റൂള് പുറത്തൊരു തലയണ വെച്ച് കെട്ടി അതിൽ കാല് വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. 10-12 മണിക്കൂർ ഫയൽ നോക്കിയാലും നമ്മൾ ക്ഷീണിക്കുകയാണ്. കാരണം ഈ തലയണയാണ്. എനിക്ക് ട്രാൻസ്ഫർ ആകുമ്പോഴേ പോലീസുകാർ പറയും ഇപ്പോൾ അയാൾ സ്റ്റൂൾ മുട്ടിക്കൊണ്ട് വരുമെന്ന് പറയും. കാരണം ഞാൻ എല്ലാവരുടെയും സ്റ്റൂൾ കൊണ്ടുപോയാലും റിട്ടയർ ചെയ്തപ്പോൾ ആ സ്റ്റൂൾ ഗവൺമെൻറ് കൊടുത്ത് ഞാൻ വീട്ടിക്കൊണ്ടുപോയില്ല. അപ്പോൾ ഈ തലയണയിൽ കാല് വെച്ചിട്ട് പഠിച്ചാൽ മണിക്കൂറുകളോട് പഠിക്കാൻ പറ്റും, ഉറക്കം വരികയില്ല. അപ്പം അങ്ങനെ ഇതിൻ്റെ കാല് വെക്കാൻ സൗകര്യം ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് കഴിയുമ്പോൾ ജനലിൽ കൂടെ നോക്കിയാൽ സസ്യശ്യാമമായ പ്രകൃതി എവിടെയും കാണാൻ പറ്റുമെങ്കിൽ തലച്ചോറ് വളരെ നല്ലതാണ്. നമ്മുടെ മഹർഷിമാർ സന്യസിക്കാൻ വേണ്ടി ഇങ്ങനെ കാട്ടിക്കൊന്ന് സസ്യശ്യാമമായ പ്രകൃതി വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സസ്യശ്യാമമായ പ്രകൃതി കാണാൻ പറ്റുന്ന ഒരു ജനലുണ്ടെങ്കിൽ 1 മണിക്കൂറോട് കുഞ്ഞിന് ദൂരോടൊന്ന് കാണും. അപ്പോൾ ജനലിൽ കൂടെ നോക്കിയാൽ അപ്പുറത്ത് നല്ല സൗന്ദര്യമുള്ള വിപണകളുള്ള വീടാണെങ്കിൽ ചില മടി ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലം ഒഴിവായിക്കോളും. അപ്പോൾ സസ്യശ്യാമള പ്രകൃതി കണ്ടാൽ വളരെ നല്ലതാണ്. അപ്പം ഇങ്ങനെ ചില സംഗതികൾ വീട്ടിലെ അമ്മയും അപ്പനും കൂടെ ചെയ്തെങ്കിലേ കുട്ടിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. ആ രീതിയിൽ കുട്ടിയെ പഠിപ്പിക്കണം, ശ്രദ്ധാപൂർവ്വം പഠിപ്പിക്കണം. 12 വയസ്സ് കൊണ്ട് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ പഠിത്തം പുതിയ ലെവലിലോട്ട് തിരികെ. അതിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഗുരു മുഖത്ത് നിന്ന് കേൾക്കുന്ന മാത്രമേ പഠിക്കണം, വേറെ ഒരു മാർഗമില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കാലം മാറി, കഥ മാറി. ഇപ്പം ഇലക്ട്രോണിക് യുഗമാണ്. ക്ലാസ്സിൽ കുട്ടി ഒരു കാര്യം പഠിപ്പിച്ചു, കുട്ടിക്ക് മനസ്സിലായില്ല. സാറ് പറയുന്നതല്ലാതെ കുട്ടിക്ക് അതിന് വേണ്ട അപ്പീലില്ല. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മകളിരുന്ന് ശുദ്ധ പൊട്ടത്തരം വായിച്ചു. ഞാൻ പറഞ്ഞു മോളെ അങ്ങനെയല്ല. മോള് പറഞ്ഞു പപ്പയ്ക്ക് എന്താ അറിയാം, ടീച്ചർ പഠിപ്പിച്ചാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയും ടീച്ചറിൽ മോക്ക് പ്രശ്നമല്ല, ആ സ്കൂളിലെ ടീച്ചർ പഠിപ്പിച്ചാണ് മോൾക്ക് കാര്യം. ടീച്ചേഴ്സിൻ്റെ അതിനെ വണ്ടിയെടുത്ത് സ്കൂളിൽ പോയി. ഞാൻ ടീച്ചറെ ടീച്ചർ പഠിപ്പിച്ച് കാര്യം തെറ്റുണ്ട്. ഞാൻ മോളെ തിരുത്താൻ നോക്കി. മോള് പറയാം ടീച്ചർ പറയുന്നത് ശരി, പപ്പ പറയുന്നതല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ രഹസ്യമായിട്ട് പറഞ്ഞു. ഞാൻ പറയുന്നതാണ്. പിറ്റേ ദിവസം ടീച്ചർ തിരുത്തി. വൈകിട്ട് മോള് പപ്പ പറയുന്നത് ശരി കേട്ടോ, ടീച്ചർ തിരുത്തി. ഞാൻ സ്കൂളിൽ പോലും നോക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ആ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ അറിയാമോ, ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചിട്ട് കാര്യം മനസ്സിലായി. കുട്ടി വീട്ടിൽ വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്യും. UGCയുടെ കൺട്രി വൈഡ് ക്ലാസ് റൂം സാധനം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ, അതിനകത്ത് ആ വിഷയം കൊണ്ട് അടിച്ചു കൊടുത്താൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആ വിഷയം കൊണ്ട് പഠിപ്പിക്കുന്നത് നമുക്ക് നേരിട്ട് കേൾക്കാം, സുഖമായിട്ട് പഠിപ്പിക്കാം. E=mc² അടിച്ചങ്ങോട്ട് കൊടുത്താൽ ഇന്ത്യയിലെ ബെസ്റ്റ് ഫിസിക്സ് പ്രൊഫസർ 1.5 മണിക്കൂർ ലെക്ചറാണ്. E=mc² ആൽബർട്ട് ഐൻസ്റ്റൈൻ. പുഷ്പുല്ലുപോലെ മനസ്സിലാവും. അത് EMRC ഹൈഡ്രോ, ഇലക്ട്രോണിക് മീഡിയ റിസർച്ച് ഹൈഡ്രോ, അതിനകത്ത് അടിച്ച് കയറി കൊടുത്താൽ ഇന്ത്യയിലെ മറ്റൊരു പ്രൊഫസർ വിഷയം പഠിപ്പിക്കും. കേരള ഗവൺമെൻറ്റിൻ്റെ വിക്ടർ ചാനൽ 1 മലയാളം, വിക്ടർ ചാനൽ 2 ഇംഗ്ലീഷ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ് അല്ലേ എൻ്റെ 30 ക്ലാസ് കിടക്കുന്നത്. അങ്ങനെ കുട്ടിക്ക് വീട്ടിൽ നിന്ന് പഠിക്കാം. പണ്ട് പുസ്തകങ്ങൾ മുഴുവൻ വായിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ ഓഡിയോ ബുക്ക് എന്നൊരു സാധനം കമ്പ്യൂട്ടറിൽ ഓഡിയോ ബുക്ക് അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ Will Durant, Story of Civilization,
വോളിയം 1 ഓറിയന്റൽ ഹെറിറ്റേജ് ചാപ്റ്റർ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ അടിച്ചു കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പീറ്റർ സി കടന്നിപ്പാനുള്ള ഇംഗ്ലീഷ് അതങ്ങോട്ട് വായിച്ചു. ഞാനൊക്കെ 18-20 മണിക്കൂർ വായിച്ചു. പറഞ്ഞതുപോലെ എന്താണ്, എൻ്റെ ഇടത്തെ കൺട്രോള 90% അടങ്ങുന്നത്, വലത്തെ കൺട്രോള 20%. ഞാൻ എൻ്റെ കണ്ണാടിയിലായിട്ട് യൂറോ ഉപയോഗിച്ച് പൊക്കി കൺട്രോളെ പൊക്കി വെക്കാൻ പറ്റും. സ്ത്രീകളെ നോക്കാനൊക്കെ ഇയാളെന്തോ ദൂർവച്ചെന്നെ നോക്കുന്ന സ്ത്രീ തെറ്റിദ്ധരിച്ച പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യവും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എഴുതിയപ്പോൾ വായിക്കാൻ കണ്ട വേണ്ട, ഓഡിയോ ബുക്ക് വന്നിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സായിപ്പിൻ്റെ പുസ്തകം വായിക്കാൻ ഞാൻ കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ 2 പുസ്തകം വായിച്ചു. എൻ്റെ കാറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം. കാറിൽ ക്ലാസ്സിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ കണ്ണടച്ച് ഇങ്ങനെ കാറിൽ പുസ്തകം വായിക്കുന്നത് കേൾക്കാൻ. അപ്പോൾ കണ്ണുകൊണ്ട് പുസ്തകം വായിക്കുന്ന ഞങ്ങൾക്ക് പകരം ചെവി കൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ പുസ്തകം വായിക്കും. പിന്നെ അതിന് ഓർമ്മ ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ സംസാരിക്കണം. പീറ്റർ സി ഇംഗ്ലീഷ് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ്, ഇംഗ്ലീഷിലെ ഗ്രാമർ എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നെ 6ാം ക്ലാസ് പഠിപ്പിച്ചൊരു സാറ് എന്നെ ഒരു വാക്ക് പഠിച്ചു, കിടിനാപ്പത്തൊരു വാക്ക്. 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എലിസബത്ത് ടീച്ചർ DC ജീവകാര ടീച്ചർ എന്നെ പഠിപ്പിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കിഡ്നാപ്പെന്ന വാക്കിനാണ് മറ്റേ ആളെ കിഡ്നാപ്പ് തന്നെ പഠിപ്പിച്ചത് മനസ്സിലായത്. ഈ ടീച്ചറിന് ഈ ക്ലാസ് എടുത്തില്ലായിരുന്നു. DGP ഞാൻ പഠിപ്പിച്ചത് SIയോട് അതാണ് ഞാൻ പഠിപ്പിച്ച് കിഡ്നാപ്പ് ചെയ്യുന്നത്. SI പഠിക്കുന്നില്ലായിരുന്നു. എൻ്റെ മൊത്തം വിവരമില്ലാത്ത DGP കിഡ്നാപ്പ് പഠിക്കുന്നു. നമ്മുടെ പിള്ളേർക്ക് ഈ പ്രശ്നമില്ല. ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ വേണ്ടതാണ് കറക്റ്റ് ഇംഗ്ലീഷ് എങ്ങനെ ഉച്ചരിക്കണം, എങ്ങനെ സംസാരിക്കണം, മിഡ്ലാൻഡ് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാവും. ഓഡിയോ ബുക്ക് സീരീസ് പുസ്തകം ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ നിങ്ങൾക്ക് വേണം. എന്ത് ചെയ്യണം? കുക്കു ആപ്പന തേറി KUK കുക്കു ആപ്പന തേറി നമ്മൾ അടിച്ചു കൊടുത്താൽ ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ സമ്മറി മലയാളത്തിൽ വരും. ഞങ്ങളൊക്കെ പുസ്തകം മുഴുവൻ കുത്തിയിരുന്ന് വായിച്ചു. ഇപ്പോഴത്തെ പിള്ളേർക്ക് പുസ്തകം മുഴുവൻ വായിക്കണ്ട. ബ്ലിങ്കിസ്റ്റ് എന്ന സാധനം BLINKIST 7 പുസ്തകം അടിച്ചു കൊടുത്താൽ ആ പുസ്തകം സമ്മറി 10 പേജ്. 3000 പേരുള്ള ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് 22 ദിവസം കൃത്യമായി വായിച്ചു. ഇപ്പോഴോ ലിയോ ടോൾസ്റ്റോയ് വാർ ആൻഡ് പീസ് ഇംഗ്ലീഷിൽ അടിച്ചു കഴിഞ്ഞാൽ 3000 പേരുള്ള വാർ ആൻഡ് പീസിൻ്റെ സമ്മറി അപ്പ സ്ക്രീനിൽ 10 പേജ്. പണ്ട് നോൺ ഡീറ്റെയിൽ പഠിക്കാൻ ഞങ്ങളൊക്കെ 2 മാസം മെനക്കെട്ടു. ഇപ്പോഴത്തെ പിള്ളേരുണ്ടാകുന്ന എന്ത് ചെയ്യുന്നറിയാമോ? ഡേവിഡ് കോപ്പർഫീൽഡ് സമ്മറി പോസിബിൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ അടിച്ചു കഴിഞ്ഞാൽ 2 സെക്കൻഡ് കഴിയുമ്പോൾ ഡേവിഡ് കോപ്പർഫീൽഡ് സമ്മറി ആ പുസ്തകം ചോദിക്കാൻ സാധ്യതയുള്ള 10 ചോദ്യത്തിന് ഉത്തരവും അപ്പോഴേ സ്കെൽ ചെയ്യണം. അരമണിക്കൂറുകൊണ്ട് നോട്ട് ചെയ്ത് പഠിത്തം നമ്മൾ 2 മാസം എടുത്ത സാധനം ഇപ്പോഴത്തെ പിള്ളേർക്ക് 10 മിനിറ്റ് ഇടപാട് അരമണിക്കൂറിൻ്റെ കാര്യം. ഇനി വായിച്ചാൽ പോരാ, നേരിട്ട് കാണണം. എന്ത് ചെയ്യണം? യൂട്യൂബിൽ കയറണം. അതിനകത്ത് ഡോക്യുമെൻ്ററീസ് എന്ന സെക്ഷനുണ്ട്. 66 ലക്ഷം വീഡിയോസാണ്. 66 ലക്ഷം. സോളാർ സിസ്റ്റം നമ്മോട്ട് അടിച്ചാൽ 6 മണിക്കൂറാണ്. സൂര്യൻ, മെർക്കുറി, വീനസ്, മാർസ്, ഓരോ ഗ്രഹവും അതിൻ്റെ പ്രത്യേകത സൈസ് ഇതെല്ലാം. പിരമിഡ്സ് ഓഫ് ഈജിപ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ 6 മണിക്കൂർ ക്ലാസ്സാണ്. ഓരോ പിരമിഡ് അതിൻ്റെ ഹൈറ്റ്, വെയിറ്റ്, അതിൻ്റെ പ്രത്യേകത, ആര് പണിയിച്ചു, എന്താണ് അതിൻ്റെ പ്രത്യേകത, കംപ്ലീറ്റ് സ്ക്രീൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ചാരസരൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ലൈബ്രറിയിൽ എൻ്റെ ചാരസര പ്രൊജക്ടർ കിട്ടിയിരിക്കുകയാണ്. അടിച്ചങ്ങോട്ട് കൊടുത്താൽ ഞാൻ ഇരിക്കുന്ന ഓപ്പോസിറ്റ് ഒരു 4 അടി 4 രീതിയിൽ ഭിത്തിയിലോട്ട് പ്രൊജക്ഷൻ വരികയാണ്. സിനിമ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്യുമെൻ്ററീസ്, ബിബ്ലിയോഗ്രഫി സെർച്ച്. നമ്മൾ പഠിക്കുന്ന വിഷയത്തെപ്പറ്റി എത്ര പുസ്തകം ആരൊക്കെ ഈ ഭൂമിയിൽ എഴുതിയിട്ടുണ്ട്? ഒറ്റ അടികൊണ്ടാണ് അപ്പോഴേ ലിസ്റ്റ് നോട്ട് വരും. എൻസൈക്ലോപീഡിയ സെർച്ച്. ഞാനിത് പഠിക്കുമ്പോൾ ഞാൻ വണ്ടി കയറി പല്ലവത്ത് ഇറങ്ങി അവർ 100 കിലോമീറ്റർ യാത്ര തിരുവനന്തപുരത്ത് ചെന്ന് യൂണിവേഴ്സിറ്റിയിൽ 2ാം നിലയിൽ ചെന്ന് എൻസൈക്ലോപീഡിയ സെർച്ച് പറഞ്ഞാൽ നമ്മൾ മുറിക്കാത്ത കയറി ഇരുമ്പ് കേക്ക് അടയ്ക്കും. ഇതൊക്കെ തരുന്നു പറയും. ഇതെല്ലാം തിരിച്ചു കൊടുത്തു കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല 2ാം നില കഥ ഒന്ന് പുറത്തു വിടും. ഇപ്പോഴത്തെ പിള്ളേർ കമ്പ്യൂട്ടർ കയറി എൻസൈക്ലോപീഡിയ സെർച്ച് ഒരടിയെ കൊണ്ട് അടിച്ചാൽ ബ്രിട്ടാനിക്ക എന്ന് പറയുന്നു, അമേരിക്കൻ എന്ന് പറയുന്നു, പോളിയസ് എൻസൈക്ലോപീഡിയ ചെയ്യുന്നു, വേൾഡ് എൻസൈക്ലോപീഡിയ ചെയ്യുന്നു, വിക്കിപീഡിയ പറയുന്നു. വിക്കിപീഡിയ മാത്രം വിശ്വസിച്ചല്ല, ഉള്ള പൊട്ടന്മാരെല്ലാം തിരുത്തി മണ്ടത്തരമുള്ളത് കാണും. ബാക്കി 4 എൻസൈക്ലോപീഡിയ അപ്പോഴേ സ്റ്റേജ് പഠിക്കുന്ന വിഷയത്തിൻ്റെ പേരൊക്കെ അടുത്ത് വെച്ചാൽ ചാറ്റ് GPT എൻ്റെ അമ്മ എന്തൊരു സാധനമാണെന്നുള്ളതാണ്. ഇക്കൊല്ലം IAS പഠിക്കുന്ന പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ ഞാൻ പറഞ്ഞു, മക്കളെ ഇക്കൊല്ലത്തെ SA പരീക്ഷയ്ക്ക് ഒരു 10 ചോദ്യം പോസിബിളാണെന്ന്. അല്ലെങ്കിൽ ഞാൻ ക്ലാസ് തുടങ്ങി ഒരു അരമണിക്കൂർ ഞാൻ പറഞ്ഞു കിട്ടി സാർ നമ്മൾ എന്തും
സാർ പറഞ്ഞ 10 വിഷയം കിട്ടി. ഹ്യൂമർ എന്നൊക്കെ ബുദ്ധിമുട്ട്. ഞാൻ ഹ്യൂമറിൻ്റെ 10 കുട്ടികളുടെ മൊബൈലുണ്ട്. ഞാൻ പറയുന്നത് ഓരോ സമയത്തും ഓരോരുത്തരും കൂടെ അടിച്ചു കൊടുത്തു. അടുത്ത വിഷയം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ എസ് എ പരീക്ഷയ്ക്ക് വന്നാൽ എങ്ങനെയാണ് എഴുതേണ്ടതുള്ള മോഡൽ എസ് എ 10 പേരുണ്ട്. ഞാൻ വായിക്കേണ്ടതെന്നാണ് എൻ്റെ 10 പേര് വായിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്ത 10 3 എസ് ഐ ഇത്തവണത്തെ എസ് ഐ IAS പുസ്തകത്തിലുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ മാസങ്ങൾ ലൈബ്രറിയിൽ പോയി പഠിച്ചുണ്ടാക്കിയ എസ് എ ക്ലിക്ക് അരമണിക്കൂർ സ്റ്റേജ് വരാൻ ഗോവിന്ദച്ചാമിന് ജയിച്ചാണ് പോയിട്ട് 6 മണിക്ക് ചർച്ചയ്ക്ക് എന്നെ വിളിച്ചു. ടെലിവിഷൻ ചർച്ചയല്ലേ, ലക്ഷക്കണക്കിന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പെട്ടെന്ന് പേപ്പർ എടുത്ത് വെച്ച് കേരളത്തിലെ ജയിലിൽ ചാടിയന്മാരൊക്കെയാണ്, ഇന്ത്യയിലെ ജയിലിൽ ചാടിയന്മാരൊക്കെയാണ് ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 18 എൻ്റെ മരുമോൻ വീട്ടിലൊക്കെ കേട്ടാണ്. എന്ത് ഒപ്പാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു പൊന്നുപോലെ പോയിട്ട് 6 മണിക്ക് ചർച്ചയാണെങ്കിൽ ഗോവിന്ദച്ചാമി ജയിച്ചാട്ടൻ. അപ്പോൾ അത്രയല്ല പപ്പ ഞാൻ ചെയ്തതാണ്. മോൻ കമ്പ്യൂട്ടറോട് കയറി ഒരടി ഫേമസ് ജയിൽ എസ്കേപ്സ് 200 രാജ്യങ്ങളിൽ നിന്ന് ജയിൽ ചാടി 12,000 ജയിൽ ചാട്ടൻ്റെ ലിസ്റ്റ് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നടന്നു. എൻ്റെ അപ്പോ എന്തൊരു ലോകം. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇതൊരു രക്ഷയില്ല, ഒരു പ്രധാനപ്പെട്ട 200 അടിക്കാൻ പറഞ്ഞു. അപ്പോൾ മോസ്റ്റ് നൊട്ടോറിയസ് ജയിൽ എസ്കേപ്സ് അടിച്ചു കൊടുത്തു 200. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഭയങ്കര ജയിൽ ചാട്ടൻ 200 ഇതാവാൻ ഇറങ്ങി വരുന്നു. നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ടല്ലോ, അവർ ഈ ചാറ്റ് ചെയ്ത് നമ്മൾ 6 മാസം 1 കൊല്ലം കൊണ്ട് പഠിക്കുന്ന സാധനം അവർ 10 സെക്കൻഡ് കൊണ്ട് അവർക്ക് സ്ക്രീനിൽ അപ്പോഴേ കിട്ടും. ചാറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തൊരു അറിവിൻ്റെ മേഖല അറിയാവും. അപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠിക്കണം. കാരണം നമ്മുടെ കുട്ടികൾ അതില്ലാതെ പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോയാൽ ഡൽഹിയിൽ നിന്ന് മാംഗ്ലൂരിൽ നിന്ന് കൽക്കട്ടയിൽ നിന്ന് മദ്രാസിൽ നിന്ന് ഇത് വെച്ച് പഠിച്ച കുട്ടി നമ്മുടെ കുട്ടികൾ മത്സരിക്കാൻ വരികയാണ്. നീറ്റ് പരീക്ഷയ്ക്ക് അവിടെ നമ്മുടെ കുട്ടികൾ മത്സരിക്കുകയാണ്. JEE പരീക്ഷയ്ക്ക് ആ കുട്ടി കമ്പ്യൂട്ടർ വെച്ച് പഠിച്ചോണ്ടേ നമ്മുടെ കുട്ടി കമ്പ്യൂട്ടർ നോക്കാൻ പഠിക്കാൻ പോയത് നല്ല ലക്ഷ്യമുണ്ടാവും. നീറ്റ് പരീക്ഷയിൽ പഠിക്കുന്ന കുട്ടി കമ്പ്യൂട്ടറിലോട്ട് കയറി നീറ്റ് എക്സാമിനേഷൻ ലാസ്റ്റ് 10 years ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് മോഡൽ ആൻസേഴ്സ് കറക്റ്റ് ആൻസേഴ്സ് 10 മിനിറ്റ് ഉണ്ട്. കഴിഞ്ഞ 10 കൊല്ലത്തെ നീറ്റ് പരീക്ഷ MBBS എൻട്രൻസ് എക്സാമിനേഷൻ അതിന് വന്ന ചോദ്യമേത്, അതിൻ്റെ ഉത്തരമേത്, എന്തുകൊണ്ട് മറ്റുത്തരങ്ങൾ തെറ്റായി അപ്പോഴേ സ്ക്രീനിൽ വരും. 3 മണിക്കൂറിൻ്റെ നീറ്റ് പരീക്ഷ കഴിഞ്ഞ കുട്ടിയുടെ MBBS അഡ്മിഷൻ കിട്ടുന്ന കുട്ടിക്ക്. അപ്പോൾ ഇങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠിക്കാൻ കഴിയുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠിക്കുന്നതിനെ പറ്റി ഞാനൊരു 3 essay നമ്മുടെ പ്രിൻസിപ്പലായിട്ട് കൊടുത്തേക്കാം. ആവശ്യമുള്ള കുട്ടികൾ അദ്ദേഹത്തിന് പ്രിൻസിപ്പലിന് മാറ്റം. അടുത്ത പരിപാടി സ്കോളർഷിപ്പാണ്. പണ്ട് പണമുള്ള വീട്ടിലെ കുട്ടികൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റൂ, അല്ലാത്ത കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. എൻ്റെ അപ്പൻ ഹൈസ്കൂളിലെത്തിയപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കണമെങ്കിൽ ഒരു മാസം 6 രൂപ ഫീസ്. 100 തേങ്ങ അടിച്ചെങ്കിൽ 1 രൂപ കിട്ടും. അതായത് 6 രൂപ ഫീസ് എന്ന് പറഞ്ഞാൽ 600 തേങ്ങയുടെ വിലയാണ്. ഇപ്പോഴത്തെ 11,000 രൂപയ്ക്ക് ഈക്വലാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒരു മാസത്തെ ഫീസ്. എൻ്റെ ഗ്രാമത്തിൽ ആകെ 4 എൻ്റെ അപ്പൻ ഉൾപ്പെടെ 4 പേർക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയൊന്നും പഠിക്കാൻ പറ്റില്ല, പണമില്ലാത്ത വീട്ടിൽ പഠിക്കാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ സ്കോളർഷിപ്പുകളുടെ പെരളിയാണ്. 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ 68 സ്കോളർഷിപ്പാണ്. കുട്ടി പഠിച്ച സ്കോളർഷിപ്പ് എടുത്താൽ കുട്ടിക്ക് അപ്പനമ്മയുടെ പൈസ വേണ്ട, സ്വന്തം പൈസ കൊണ്ട് കുട്ടിക്ക് പഠിക്കാം സുഖമായിട്ട്. ഞാൻ 68 സ്കോളർഷിപ്പ് പ്രിൻസിപ്പലിന് അയച്ചു കൊടുത്തേക്കാം. നിങ്ങളുടെ കുട്ടി ഏത് ക്ലാസ്സിലാണ് ആ സ്കോളർഷിപ്പ് വെച്ചിട്ട് ആഡ് ചെയ്യും. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ 15 സ്കോളർഷിപ്പുകളാണ്. കോളേജിലോട്ട് കയറിയാവുണ്ടല്ലോ, സ്കോളർഷിപ്പിന് തുക കേട്ടാൽ 50 രൂപ. റോയൽ കോളേജ് അഡ്മിഷൻ ഫീസ് ഒരു കുട്ടി കിട്ടി. സ്കോളർഷിപ്പ് എത്ര? 20 കോടി. ഹാർവാർഡിലെ സ്കോളർഷിപ്പ് 5 കോടി. നിങ്ങൾ 6 മാസം 10 രൂപ അയച്ചോ. കോഴഞ്ചേരി കുട്ടിക്ക് 1,70,00,000 സ്കോളർഷിപ്പ്. ഞാൻ കോഴഞ്ചേരി പ്രസംഗം നടത്തി. അത് കഴിഞ്ഞ് വൈകിട്ടത്തെ പ്രസംഗം തിരുവല്ലായി. അതിനിടയ്ക്ക് ഒരു 5 മണിക്കൂർ ഗ്യാപ്പ്. ഞാൻ വെച്ച് ഇന്ത്യയുടെ 5 മണിക്കൂർ തിരിച്ച് കൊല്ലത്ത് പോകാനും കഴിയും. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഒരു കസിൻസ് സ്ഥലത്ത് താമസിക്കുന്നു, കുമ്മനാണ്. ഞാൻ അടിച്ചുവിട്ട് പെങ്ങളെ വിളിക്കുന്നു. അച്ചായനെ കണ്ടവരോട് നാളെ അച്ചായെന്നൊക്കെ പറഞ്ഞ് പെങ്ങൾ വന്നു. മോളെ എൻ്റെ അച്ചായ എൻ്റെ മോക്ക് എന്നൊരു സ്കോളർഷിപ്പ് പറഞ്ഞു കൊടുക്കാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളെ എന്ന് പറഞ്ഞാൽ ഞാൻ പടപെടാവുന്ന രീതിയിൽ സ്കോളർഷിപ്പൊക്കെ അയച്ചു കൊടുത്ത് സിലബസ് ഒക്കെ അയച്ചു. അവിടെ അടിച്ച് പറത്തി പഠിച്ച് 1,70,00,000 രൂപ ഓൾ ഇന്ത്യ സ്കോളർഷിപ്പ്. എൻ്റെ പെങ്ങളെന്നോട് പറയാൻ പൊന്നച്ചായ ഞാൻ ജീവിതത്തിൽ 10 ലക്ഷം രൂപ കണ്ടിട്ടില്ല. ഞാൻ 1,70,00,000 രൂപ സ്കോളർഷിപ്പ്. കേംബ്രിഡ്ജിലെ സ്കോളർഷിപ്പ് 2.5 കോടി രൂപ. ലണ്ടൻ സ്കോളർഷിപ്പ് 50 ലക്ഷം രൂപ. ഇങ്ങനെയാണ് സ്കോളർഷിപ്പ്. ഞാൻ ലോകത്തിലെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പിൻ്റെ ലിസ്റ്റ് പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേ. നിങ്ങളുടെ കുട്ടികളുണ്ടല്ലോ 10ാം ക്ലാസ് 12ാം ക്ലാസ് ആഴി പറത്തി
ഒരു ഉത്തരം സ്കോളർഷിപ്പ് എടുത്തിട്ട് 50 ലക്ഷം കൊണ്ട് 1 കോടി കരയ്ക്കാൻ കുട്ടിയുടെ പഠിത്തത്തെ നിങ്ങൾ ബോധ ചെയ്യേണ്ട ആവശ്യമില്ല. സ്കോളർഷിപ്പുകൾ ഇന്ന് ആവശ്യത്തിനുണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടി ഒളിമ്പ്യാഡ് മത്സരിക്കുന്നു. 4 ഒളിമ്പ്യാഡുണ്ട്. സയൻസ് ഒളിമ്പ്യാഡ്, മാത്സ് ഒളിമ്പ്യാഡ്, ഫിസിക്സ് ഒളിമ്പ്യാഡ്, ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ്. തിരുവനന്തപുരം വലിയ സ്കോളർഷിപ്പ് പൈസ. ഡൽഹിയിലും 1.5 ലക്ഷം, ഇന്റർനാഷണലിന് 15 ലക്ഷം. ഞാൻ IAS ഇന്റർവ്യൂ കൊണ്ടിരിക്കുന്ന ആളാണ്. കാൻഡിഡേറ്റ് കയറിയിരുന്ന ബാലറ്റാണ്. ഒരു കാൻഡിഡേറ്റ് കയറിയിരുന്ന ചേർന്നാൽ മതി. ഈ വരുന്ന കുട്ടിയുണ്ടല്ലോ, ഒളിമ്പ്യാഡിന് നാഷണൽ പ്രൈസ് എടുത്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാം 10 ആൾ കൂടുതൽ. ആ കുട്ടിക്ക് IAS ഇപ്പം മധുരയിലെ കളക്ടറായിട്ട്. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഒളിമ്പ്യാഡിന് മത്സരിച്ച് തിരുവനന്തപുരം റൗണ്ടിൽ നിന്നോ ഡൽഹി റൗണ്ടിൽ നിന്ന് സമ്മാനമായി. ആ 1.5 ലക്ഷം രൂപയിലെ പ്രധാനം ലോകത്തിൽ അവിടെ ചെന്നാൽ നിങ്ങളുടെ കുട്ടികളുണ്ടല്ലോ അംഗീകാരമാണ്. ഒളിമ്പ്യാഡിൽ പ്രൈസ് വാങ്ങിച്ച കുട്ടി വലിയ അംഗീകാരമാണ്. ഇങ്ങനെ സ്കോളർഷിപ്പ് വാങ്ങിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. 10ാം ക്ലാസ് അവിടെ കഴിയുമ്പോൾ +2 ഞങ്ങളെ പഠിക്കുമ്പോൾ 4 ഗ്രൂപ്പുണ്ട്. മാത്സ് ഗ്രൂപ്പ്, ബയോളജി ഗ്രൂപ്പ്, ആർട്സ് ഗ്രൂപ്പ്, കോമേഴ്സ് ഗ്രൂപ്പ്. ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പോൾ 22 ഗ്രൂപ്പാണ് +2. ആ 22 ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പ് എടുക്കണമെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ്. 12ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് ഡിഗ്രിക്ക് പോകണം. 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് 210 ഡിഗ്രികൾക്ക് പോകാം. 210 ഡിഗ്രീസ്. ഞാൻ 210 ഡിഗ്രി ഡിസ്റ്റൻസിനായി തോന്നുന്നില്ല. 210 ഡിഗ്രീസ്. ഏത് ഡിഗ്രി എടുക്കുന്ന വളരെ പ്രധാനം. +2 ഒരു ഗ്രൂപ്പ് മാറിയെടുത്താൽ 2 കൊല്ലം പാഴായി. പിന്നെ നിങ്ങൾ വഴി തിരിച്ചു വന്നു. ഡിഗ്രിക്ക് നിങ്ങൾ ഡിഗ്രി എടുക്കാൻ തെറ്റിപ്പോയാണല്ലോ, ആ കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് 3 കൊല്ലം പാഴാണ്. കുട്ടി കൃത്യമായി തീരുമാനിക്കണം, സ്കോളർഷിപ്പ് പഠിച്ചെടുക്കണം. പക്ഷേ ഈ പ്രായത്തിൽ കുട്ടിക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കണം. ജീവിതത്തിൽ എന്തായി തീരണം, ഞാൻ എന്തായി തീരണം. അതിനെന്ത് ചെയ്യണം? മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ കുട്ടി കൊടുക്കണം. കുട്ടിയ ജീവചരിത്രങ്ങൾ വായിച്ചു യുവ കൊള്ളാനുള്ള യുവനായ എന്താ എന്ന് തോന്നണം. അങ്ങനെ കുട്ടി ഹൈസ്കൂൾ പഠിക്കുന്ന ഒരു അംബിഷൻ സെറ്റ് ചെയ്താൽ കുട്ടി ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കും. അടുത്ത കാലത്ത് തന്നെ സാധിച്ച പുത്രമാണ് ടെൻസിംഗ് നോർഗയുടെ ജീവൻ. ഹിമാലയ എവറസ്റ്റ് കയറിയ ടെൻസിംഗ് നോർഗ 10 വയസ്സുള്ളപ്പോൾ ടെൻസിംഗ് നോർഗ പല്ലിയേച്ചെന്നിരിക്കും. കുട്ടി ആ ഹിമാലയത്തിൽ കൊണ്ടുപോകും. മുത്തപ്പ ഇല്ല കാണുന്ന നമ്മുടെ പേരെന്തോ? ചെറുപ്പ പറഞ്ഞു, മോനെ അതിൻ്റെ പേര് ചോമോലുമ്മ. ചോമോലുമ്മ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ കൊമ്പ് കൊടുക്കുന്ന ഈ ഹിമാലയ മേഘങ്ങളൊന്നും ഈ എവറസ്റ്റിനെ തട്ടി 2 സൈഡിൽ പോകും. പക്ഷെ അടുത്ത കാലത്തിൽ സാഹിബ് വന്നതിനെ മെഷർ ചെയ്തതാണ്. ഇപ്പോൾ അവൻ്റെ പേരിൽ അറിയപ്പെടും മൗണ്ട് എവറസ്റ്റ്. അതിന് മുത്തശ്ശി കുട്ടികൾക്ക് അദ്വൈച്ചു. മോനെ ലോകം ഉണ്ടായതിനു ശേഷം ഇതുവരെ ആരും അതിന് മേളിൽ കയറിയിട്ടില്ല. ഇനി ലോകം അവസാനിക്കുന്നവരെ ആരും അതിൻ്റെ മേളിൽ കയറുന്നതാണ്. പല്ലേത് കഴിഞ്ഞ് കുട്ടി പറഞ്ഞു, ചുവപ്പോലുമ്മ വൺ ഡേ ഉണ്ടാകും. അല്ലെങ്കിൽ പറഞ്ഞു മണ്ടച്ചാരായി അവിടെ പോയി കയറുമ്പോൾ ചത്തോടാകും. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കുട്ടിയത് ആവർത്തിച്ചു. ചുവപ്പോലുമ്മ വൺ ഡേ ഉണ്ടാകും. മുത്തച്ഛൻ മടിയെടുത്ത് കുട്ടിയല്ലേ ഗ്രഹപ്രകടനം കയറാൻ പോയി ചത്തുപോകും. പക്ഷേ 10 വയസ്സിൽ കുട്ടി ലക്ഷ്യവും 24 വർഷം കുട്ടി ആ രംഗത്ത് പോയി. 1953 34ാമത്തെ വയസ്സിൽ ടെൻസിംഗ് നോർഗെ എവറസ്റ്റ് കൊണ്ടോട് മുമ്പിൽ കാര്യം. ഈ പറഞ്ഞ കാലത്ത് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഓക്സിജൻ സിലിണ്ടർ കണ്ടുപിടിച്ചത്. അപ്പോൾ 19 കഴിക്കുന്ന ശാസ്ത്രത്തില്ല. ഓക്സിജൻ സിലിണ്ടർ പുറത്ത് വെച്ച് വെച്ചിട്ട് മുമ്പിലോട്ട് ഫിറ്റ് ചെയ്താൽ ഓക്സിജൻ കിട്ടും. സുഖമായിട്ട് കയറിപ്പാണ്. പണ്ട് ഈ മേഘപടലങ്ങളിൽ കയറി കഴിഞ്ഞാൽ രക്ഷയില്ല. 2ാം ലോകത്തെ വയർലെസ് കണ്ടുപിടിച്ചു. പർവ്വതാരം കയറിക്കൊന്ന് ചെവിയിൽ വയർലെസ് കിടപ്പറയും. ഇപ്പം കൂടെ കയറുന്ന ഇവിടെ മേഘം വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ അവലാൻഷ ഡെവലപ്മെൻറ്റ് അങ്ങോട്ട് പോകേണ്ട, ഇവിടെ ഇരിക്കുക, താഴെ കൺട്രോൾ കിട്ടി. അതുകൊണ്ട് ടെൻസിംഗ് നോക്കി ഹിമാലയം കാണാൻ. നമ്മുടെ കുട്ടികൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികളുടെ ലക്ഷ്യബോധം. 560 സിവിൽ സർവീസ്, UN സിവിൽ സർവീസ് 16 എൻട്രിയിൽ തന്നെ 5 ലക്ഷം രൂപ മാസം കിട്ടും. ജീവിതത്തിലൊക്കെ 1 കോടി രൂപ ശമ്പളം. സിവിൽ സർവീസ് IAS, IPS, IPS 27 സിവിൽ സർവീസ്. പ്രൊഫഷണൽ സർവീസസ് MBBS കഴിഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ സർവീസ്. IAS സർവീസാണ് ചെയ്യുന്നത് ഡോക്ടർ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്. നമ്മുടെയൊക്കെ അഭിമാനമാണ് മെട്രോ ശ്രീധരൻ.
21 വയസ്സിൽ അയാൾ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് പാസ്സായി. ഡൽഹി മെട്രോ പഠിച്ചു, ബാംഗ്ലൂർ മെട്രോ പഠിച്ചു. റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയ മനുഷ്യൻ കൊച്ചിൻ മെട്രോ പണിയാൻ വേണ്ടി നമ്മൾ വിളിച്ചോണ്ട് അദ്ദേഹം വന്ന് മെട്രോ പണി. രാമേശ്വരത്തെ പ്രസിദ്ധമായ ക്ഷേത്രം ഇന്ത്യയുടെ അഭിമാനമായി. പക്ഷെ വലിയൊരു സുനാമി വന്നിട്ട് രാമേശ്വരത്തെ ഇന്ത്യ ഇവിടെ മാറ്റി നടുക്കൊരു കടൽ കണക്ട് ചെയ്യാൻ തീരുമാനിച്ചു ഇന്ത്യ ഗവൺമെൻറ്. പാമ്പൻ പാലം പണിയാണ്. ആരെ വിളിക്കണം? പ്രധാനമന്ത്രി പറഞ്ഞു മെട്രോ സെല്ലിനെ വിളിക്കണം. മെട്രോ സെല്ലിനെ വിളിച്ചു. ഇന്ത്യ രൂപകൊണ്ടെത്തിയ പാമ്പൻ പാലം നേരെ ഞാൻ എത്തിച്ചേർന്നത് തന്നെ വീടാണ്. 23 കിലോമീറ്റർ കടൽ നമ്മുടെ കൂടെ നേരെ പാമ്പൻ പാലത്തിൽ കയറുമ്പം രാമേശ്വരത്തിൽ വലിയ വലിയ കൺസ്ട്രക്ഷൻസ് നമ്മുടെ പേര് പലകത്തിൽ കാണാൻ പറ്റും. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, എക്കണോമിക്സ് പഠിച്ച ഇന്ത്യൻ എക്കണോമിക് സർവീസ്, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ സർവീസ്, ജിയോളജി പഠിച്ച ഇന്ത്യൻ ജിയോളജിക്കൽ സർവീസ്, ശാസ്ത്ര വിഷയങ്ങൾ ഡിഗ്രി എടുത്താൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. 10 പ്രൊഫഷണൽ സർവീസ്. പ്രൊഫഷണൽ ജോലി കൊണ്ട് IAS തുല്യമായ സർവീസ്. പ്രൈവറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ട്, ടാറ്റ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. സ്റ്റാർട്ടിംഗ് ശമ്പളം 3 ലക്ഷം രൂപ. കയറി പോയി ടെസ്കോയുടെ ജനറൽ മാനേജറായാൽ 3 കോടി രൂപ ഒരു മാസം. 3 കോടി രൂപ. അഡാനി സർവീസ് ഉണ്ട്, അഡാനി പോർട്ട് സർവീസ് ഉണ്ട്, അംബാനി ഇലക്ട്രോണിക് സർവീസ് ഉണ്ട്. പല സർവീസ് അല്ല, 22 സർവീസ്. പിന്നെ മൾട്ടിനാഷണൽ കമ്പനീസ് 400ഓളം സർവീസ്. സുന്ദർ പിച്ചൈ ഒരു എഞ്ചിനീയറുടെ മോനാണ്. പഠിക്കുന്ന കാലത്തൊക്കെ ദാരിദ്ര്യമായിരുന്നു. അവൻ പോയി, അവൻ അമേരിക്കയിൽ പോയി ഗൂഗിളിൻ്റെ മാനേജർ ഡയറക്ടറായി. ശമ്പളം എത്ര? 1 crore per day. ഒരു ദിവസം 1 കോടി രൂപ ശമ്പളം. പ്രധാനമന്ത്രി അമേരിക്കയിൽ ചെന്നു. സുന്ദർപ്പിച്ച അവിടെ ചെന്നു. സംസാരിച്ച് കഴിഞ്ഞ് സുന്ദർപ്പിച്ച സാർ, ദിസ് ഈസ് മൈ മദർ. പ്രധാനമന്ത്രി ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുഴിഞ്ഞ് അമ്മയുടെ കാലേ തൊട്ട് അമ്മയെ കപ്പനം പോയി. മഹാനായി ഈ മനുഷ്യനെ പ്രസവിക്കാൻ പറ്റുന്ന അമ്മയെ നന്ദി, നമസ്കാരം. പ്രധാനമന്ത്രി ശ്രമിക്കാം. ഇപ്പം മറ്റേ ഇലക്ട്രോണിക് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മഹാരാഷ്ട്രക്കാരൻ. അവൻ്റെ ശമ്പളത്തിൽ അറിയാം, ഒരു ദിവസം 1.5 കോടി രൂപ. 1.5 crores per day. ഇന്ദിരാ ജോയി ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്, അയ്യരാണ്. അവൾ അമേരിക്കയിൽ ചെന്ന് കൊറിയക്കാരനൊക്കെ പ്രേമിച്ചത് ലൂയി. അങ്ങനെ അവൾ ഇന്ദിരാ ലൂയിയായി. അവളുടെ ശമ്പളം എത്ര? ഒരു മാസം 10 കോടി രൂപ ശമ്പളം. ഇങ്ങനെ ഒരു 350 സർവീസ് ഉണ്ട്. നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം, എന്നാ മക്കളെ നിനക്കൊക്കെ ഇന്റർനാഷണൽ സർവീസ് എന്നാ വിളിച്ചോ. കുട്ടി അതിലേക്ക് പ്രശ്നം ഇഷ്ടപ്പെടുത്തോ. പിന്നെ സബോർഡിനേറ്റ് സർവീസിലും സബോർഡിനേറ്റ് സർവീസ് ഇന്ത്യ ഗവൺമെൻറ് കുറേ സബോർഡിനേറ്റ് സർവീസ് ഉണ്ട്. കേരളത്തിൽ സബ് ഇൻസ്പെക്ടർ, തഹസീൽദാർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തുടങ്ങി പരീക്ഷകൾ. പഠിക്കാൻ കഴിവുള്ള കുട്ടിക്ക് മത്സര പരീക്ഷകൾ പാസ്സാവാൻ 148 സർവീസാണ്. ഞാൻ 140 സർവീസ് പ്രിൻസിപ്പളായി തുടങ്ങുകയാണ്. നിങ്ങൾ ഈ 148 പരീക്ഷ കുട്ടിയെ ലക്ഷ്യം വെപ്പിക്കണം. സിവിൽ സർവീസിൽ ഇന്റർനാഷണൽ സിവിൽ സർവീസ്, നാഷണൽ സർവീസ് കുട്ടിക്ക് ലക്ഷ്യമിട്ട് കൊടുക്കണം. കുട്ടിയുണ്ടല്ലോ, ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ലക്ഷ്യമിട്ട കുട്ടി അവിടെ ചെന്നിരിക്കും. എൻ്റെ അനിയൻ്റെ മോനെ +2 പഠിക്കുക. ഞാൻ പറഞ്ഞു, മോനെ നീ IAS എഴുതിയതിൻ്റെ പിൻഗാമിയാണ്. അയ്യോ പൊന്നങ്ങളെ, അങ്ങളിൻ്റെ കൂട്ടി രാത്രി മുതൽ ഓടാനൊന്നും എനിക്ക് വയ്യ. 2-3 വന്ന് പോകാൻ പറഞ്ഞു. ഞാൻ ശ്രമിക്കാൻ 18 വയസ്സിലൊന്നും തുടങ്ങി. MA സെക്കൻഡറി പഠിക്കുമ്പോൾ IPS എത്തി കഴിഞ്ഞില്ല. ഇക്കൊല്ലം IAS അടിച്ചെടുത്ത് IFS ഫോറിൻ സർവീസ് സർവീസ് പോയി. പക്ഷേ 17 വയസ്സിൽ +2 പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് ലക്ഷ്യമിട്ടുണ്ടല്ലോ. കുട്ടിക്ക് 23 IAS പാസ്സാൻ പറ്റിയ കുട്ടി IAS കേട്ടിട്ടില്ല. എന്ത് ചെയ്യും? നിങ്ങളുടെ ഓരോ കുട്ടിക്കും ഈ പ്രായത്തിൽ ഹൈസ്കൂൾ +2 എത്തുമ്പോൾ ജീവിതത്തിൽ ആ പ്രായത്തിൽ നിന്ന് അംബിഷൻ സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ട സൗകര്യം ചെയ്ത് വേണം. കുട്ടി ആഴ്ച പുറത്തേക്ക് പോകും. പക്ഷേ 12 വയസ്സ് കഴിഞ്ഞ് പിന്നത്തെ 6 വർഷങ്ങൾ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നശിക്കാൻ കാരണഭൂതമായ എല്ലാ ഒന്നും ആ കുട്ടി പഠിക്കുന്നത് ആ പ്രായത്തിലാണ്. സായന്മാർ പറയും ടീൻസ് എന്ന് വിളിക്കും. 13, 14, 15, 16, 17, 18, 19 നാശോന്മുഖമായ ഒരു മനുഷ്യനെ തിരിച്ചുവിടുന്ന അപകടങ്ങൾ. ഭൂമി
ഭൂമിയിൽ മനുഷ്യന് ലഹരിയിൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ കുട്ടിയെ നല്ല ലഹരിയോട് തിരിച്ചു വിടണം, ചീത്ത ലഹരി പോകാതെ. എൻ്റെ ലഹരി വായിക്കാം, യേശാസൻ ലഹരി പാടുക, യാമിനി കൃഷ്ണമൂർത്തി ലഹരി ഡാൻസ് ചെയ്യുക, MD വാസുദേവൻ ലഹരി പുസ്തകം എഴുതുക, രാജാ രവിവർമ്മയുടെ ലഹരി ചിത്രം വരയ്ക്കാം. നല്ല ലഹരി കുട്ടിയെ തിരിച്ചു വിടണം. ഇല്ലെങ്കിൽ ഏറ്റവും അറിയാമോ, കുട്ടി ചീത്ത ലഹരിയിലേക്ക് പോകും. സീർത്തുവരെ പഠിക്കും, കുട്ടി ഇങ്ങനെ പഠിക്കും. എന്താണ് അതിൻ്റെ രസം എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടെ എന്തോ സാധനം. ഞാൻ ഈ പുകവലിക്കാരുടെ പോസ്റ്റ്മോർട്ടത്തിൽ പോയിട്ടുണ്ട്. ആ ലങ്സ് ഒക്കെ തുറക്കുന്നുണ്ടല്ലോ, ചിപ്പിനിയുടെ അവിടെ പുക ഇരിക്കുന്ന പോലെ ഇരിക്കുക എൻ്റെ ലങ്സ്. അകാലത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ക്യാൻസർ വന്ന് മനുഷ്യൻ ദുഃഖകരമായി മരിക്കുക. പുകവലി. രണ്ടാമത്തെ കള്ളുകുടിയാണ്. കള്ളുകുടിക്കാം. പണ്ട് ഷാപ്പിൽ പോകണം കുടിക്കാൻ. ഷാപ്പിലെങ്ങാനും കുടിക്കാൻ പോയാൽ അവിടെ നിന്ന് കുടിക്കുന്ന ആരെങ്കിലും നമ്മുടെ അപ്പൻ്റെ കൂട്ടുകാർ കാണും. നിന്റെ മോനുണ്ടല്ലോ അവിടെ കുടിക്കാൻ പറ്റും, നാട്ടിൽ പാഴ്സൽ വീട്ടിൽ ചെല്ലും. ഇപ്പോൾ എന്താ പറയുക, സ്കൂളിലും കുളങ്ങളൊക്കെ സ്മില്ല് കിട്ടും. 100 ml പ്ലാസ്റ്റിക് സഞ്ചി ഇങ്ങനെ ഒരു മുസൂരി കുത്തിയിട്ട് കുടിച്ചു നടക്കാം. കള്ളുകുടിയന്മാരുടെ പോസ്റ്റ്മോർട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യന് ദൈവം തന്ന ഏറ്റവും വലിയ അവയവരുടെ കരളാണ്. കള്ളുകുടിയന്മാരുടെ വാരങ്ങൾ തുറക്കുമ്പോഴല്ലോ ഈ കരളുണ്ടല്ലോ, ഇഡലി മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കരൾ. തലച്ചോറിലെ ന്യൂറോണെല്ലാം ദ്രവിച്ച് തലച്ചോറിനകത്ത് വെള്ളം കെട്ടിരിക്കുക. തലച്ചോറിനകത്ത് ഈ കള്ളു കുടിച്ച് ഞരമ്പ് നശിച്ചു. ചില കുട്ടികൾക്ക് അറിയുമ്പോൾ കഞ്ചാവ് പഠിക്കും, ബ്രൗൺ ഷുഗർ കഞ്ചാവ്. പണ്ടി കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ചീത്ത സാധനമായിരുന്നു. അപ്പോൾ എൻ്റെ പേരൻ മാറ്റി MDMA 2 ഡിഗ്രി ചേർന്നിട്ട് കിട്ടുക. MDMA കഷ്ടപ്പെട്ടുകൊണ്ട് 2 ഡിഗ്രി MDMA വല്ല ആവശ്യമാണ്. ഇതിനൊക്കെ ഇങ്ങനെ പേരിടാൻ പാടുന്നു. കഞ്ചാവ് കൊണ്ട് വലിച്ചിട്ട് അവരുടെ നെർവോ സിസ്റ്റം മുഴുവൻ പരിതാപകരമായ എന്തത്തിലേക്ക് അവൻ എത്തിച്ചേരും. ഞാൻ മലയാളം കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലെക്ചറാണ്. ഒരു ദിവസം ഞാൻ ക്ലാസ്സിലങ്ങനെ സ്ഥാപനത്തിലോട്ട് പോയത്, ഒരു കുട്ടി ഇങ്ങനെ തല കഴുത്ത പിടിച്ചിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ കഴുത്തിന്? സാറേ, എൻ്റെ തല ഇവിടെ വെച്ച് മുറിഞ്ഞ് ആകാശത്തോട്ടങ്ങ് പോയത്. അപ്പോഴാണ് ഉള്ളിൽ പോയ സാധനം കിട്ടില്ല. കഞ്ചാവ് അടിച്ചിട്ട് പറയാം, തല ഇവിടെ വെച്ച് മുറിഞ്ഞ് ആകാശത്തോട്ടങ്ങ് പോയത്. ഞാൻ 2-3 മാസം വളരെ മെനക്കെട്ട് ആ കുട്ടിയെ കഞ്ചാവ് മുഖത്തോ കഞ്ചാവ് ഞാൻ ഐഡിയായി. മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചു. ഞാൻ സെക്രട്ടറി 2ാം സ്റ്റെപ്പ് 2ാമത് എത്തിയപ്പോൾ സാറേ വിളിയേക്കാം. ഞാൻ തിരിഞ്ഞു. ഒരു പയ്യൊരു ഓഫീസർ ഓടി വന്നെൻ്റെ അടുത്ത്. സാറിനെ മനസ്സിലായി. ഞാൻ നീ അതിൻ്റെ പണ്ട് തല ആകാശത്ത് പോയ പയ്യല്ലായിരിക്കും. ഞാൻ അതേപോലെ ഈ പൊന്നു സാറ് ഞാൻ രക്ഷിച്ചില്ലായിരുന്നു, ഞാൻ നശിച്ചവരാണ് സാർ. ഞാനിപ്പോൾ സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി. സാറിന് എന്താ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി, നമ്മൾ നിൻ്റെ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. കഞ്ചാവിലേക്ക് 4ാമത്തെ സ്പീഡാണ്. സ്കൂട്ടർ കയറി ഡ്രിന്നൊരു ഇടിയിലാണ്. 100 കിലോമീറ്റർ 100 കിലോമീറ്റർ. ഇത്രയും നിങ്ങളുള്ള കാലം കൊണ്ട് നമ്മൾ നടക്കാൻ പഠിച്ച 1.5 വർഷം കൊണ്ടാണ്. നമ്മുടെ കാലിൻ്റെ നീളത്തിൻ്റെ പകുതി പോലും ഈ സ്കൂട്ടറിൻ്റെ ടയറിൻ്റെ വീ അതിലോട്ട് കയറി 100 കിലോമീറ്റർ പോയിട്ട് ഇടിച്ച് പാറി കഷ്ടം റോഡിൽ കിടക്കുക. ഇംഗ്ലീഷിലെ കവി പറഞ്ഞു, സം പീപ്പിൾ ഡൈ ഇൻ പീസ്, അതേഴ്സ് ഇൻ പീസസ്. ചിലർ സമാധാനത്തിൽ മരിക്കും, ചിലർ കഷ്ടമായിട്ട് മരിക്കും. എന്തൊരു കഷ്ടം അറിയാം. കഴിഞ്ഞ 1 കൊല്ലം കേരളത്തിൽ 600 വിദ്യാർത്ഥികളാണ് സ്കൂട്ടർ അപകടത്തിൽ മരിച്ചത്. 600. ഒരു കാരണവശാൽ 21 വയസ്സിൽ കുട്ടികൾക്ക് സ്കൂട്ടർ വാങ്ങിച്ച് കൊടുക്കുന്നത്. ആ സ്പീഡിൽ വേണ്ട. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. സ്പീഡ് ഒരു രസമാണ്, പക്ഷെ അത് മനുഷ്യരെ കൊല്ലുന്ന സംഭവമാണ്. സ്പീഡ് പഠിക്കും. 5ാമതായിട്ട് പ്രേമം. 17 വയസ്സാവുമ്പോൾ തന്നെ നല്ലൊരു അമ്മയാവാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ ശരീരത്തെ ദൈവം ഒന്ന് ഷേപ്പ് ചെയ്യും. ആര് കണ്ടാൽ ഒരഴക്, ആകർഷണമാണ്. 17 വയസ്സാകുമ്പോൾ തന്നെ ഈ ആമ്പിള്ളാർക്ക് നല്ലൊരു അപ്പനാവാൻ വേണ്ടി നല്ല മീശ മസിലൊക്കെ ഉണ്ട്, കണ്ടാൽ നല്ല അഴകാണ്. പക്ഷെ അത് വെച്ചിട്ട് പ്രേമിക്കാൻ പോയാൽ സംഭവം പോക്കാം. ഒരു പെൺകുട്ടിക്ക് വേണ്ടി ജീവിതം അവസാനിപ്പിച്ചതല്ലോ. പഠിച്ചു വലിയ നിലയിലെത്തലുണ്ടല്ലോ. 100 പെൺപിള്ളാരുടെ പറയുവാനും കെട്ടാനായിട്ട് ഒരു പെൺകുട്ടിക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കുന്നു. ഒരു ആൺകുട്ടിക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കാൻ പാടില്ല. ഇല്ല, പാടിച്ച് പിടിക്കാനൊക്കെ വലിയ നിലയിലെത്തിയാണല്ലോ. 100 പേര് ക്യൂ നിൽക്കും കെട്ടാനായിട്ട്. അതുകൊണ്ട് പഠിക്കുമ്പോൾ പഠിത്തം ശ്രദ്ധിക്കാം, പ്രേമത്തിനോട് കളയും. പണ്ട് ഒരു പ്രേമലേഖനം എഴുതിയാൽ കൊടുക്കാൻ ഭയങ്കര പാടാണ്. നാളെ ദമയന്തിയെ പ്രേമിച്ചു. പ്രേമലേഖനം എഴുതി ഒരു പട്ടാളക്കാരനെ കൊടുത്ത ദമയന്തിയുടെ വീട്ടിൽ അവിടെ ചെന്ന് വേറെ
തോഴി അതുകൊണ്ട് ദമയന്തിക്കത്തേക്ക് 2 മാസം കഴിഞ്ഞു. പിന്നെ ഒരു അരയന്നത്തിൻ്റെ കാല കെട്ടി കിട്ടും. അരയന്നെ പലയിടത്തൊക്കെ നടത്തി മുങ്ങി കുറേ പ്രയോജനം കിട്ടി. ഇപ്പം മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിട്ട് 4 കുത്തു ഒരു ഞെക്കെ എത്തുമ്പോൾ നടന്ന പ്രയോജനം ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ദമയന്തി നഷ്ടപ്പെടുത്തി പോയി. എന്തൊരു എളുപ്പമുള്ള പരിപാടി. പ്രേമം എന്തൊരു എളുപ്പമായത്. ചിത്രങ്ങൾ സഹിതം പ്രയോജനം എങ്ങനെ പോകാൻ ഭയങ്കര ആവാം. ഒരു പെൺകുട്ടി കൊല്ലത്തുനിന്ന് ഒരു ഒരുത്തനെ മൊബൈലിൽ പ്രേമിച്ചു. അവൻ പറഞ്ഞ് നീ സ്വർണ്ണം എടുത്തോളാൻ തിരുവനന്തപുരം തമ്മാണ്ട് പോകാം, നമുക്ക് സുഖമായിട്ട് പോയി ജീവിച്ചാലോ. വെങ്കച്ചോടുന്ന കാര്യങ്ങൾ സ്വന്തം കൊണ്ട് തമ്മാണ്ട് റെയിൽവേ സ്റ്റേഷൻ എന്നവർ 64 വയസ്സുള്ള വലിച്ചുകൊണ്ട് നിൽക്കുക. കാര്യം മൊബൈലിൽ കൊടുത്തിരുന്ന ഫോട്ടോ കൊണ്ട് 20 വയസ്സുള്ള ഫോട്ടോ ആണ്. എൻ്റെ 33 വർഷത്തെ പോലീസ് സർവീസ് ഞാനാരും എൻ്റെ കൈ കൊണ്ട് വലിയിട്ടില്ല. പക്ഷേ ഇവനെങ്ങാനും എൻ്റെ കൈ കിട്ടിയാണ് അടിച്ചാണ് ചെവിക്കുന്നത്. 64 വയസ്സുള്ള കളവന് അവൻ 18 വയസ്സുള്ള പെൺകുട്ടിയെ ചതിക്കാൻ നടക്കാം മൊബൈലിൽ കൂടെ. അതാണ് ഈ മൊബൈൽ പ്രേമത്തിൻ്റെ കുഴപ്പം. 6ാമതായിട്ട് എന്താണ്? കമ്പ്യൂട്ടറിലുള്ള അമിതാവേശം. കമ്പ്യൂട്ടർ പഠിക്കാൻ നല്ലതാണ്, പക്ഷെ അമിതാവേശം പാടില്ല. അമിതാവേശം. ഞാൻ ജയിലിരിക്കുകയായിരുന്നു. അപ്പോൾ ജയിൽ സൂപ്പർ വന്നിട്ടുള്ള സാറേ എൻ്റെ മോക്കൊരു പ്രോജക്റ്റ് ചെയ്യണം സാറും സഹായിക്കാമോ? ഞാൻ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. മോള് ഞാൻ എന്താ മോളെ വിഷയം? അയ്യോ സാറേ അമേരിക്കൻ പ്രസിഡന്റുമാരെ പറ്റി പേപ്പർ എഴുതി. നമ്മൾ മോളെനിക്കോ 1928 32 Hoover, 38 45 Roosevelt, 45 52 Truman, 50 to 60 Eisenhower, 60 to 64 Kennedy, 64 60 Johnson, 60 74 Nixon. പക്ഷേ ഞാൻ എൻ്റെ മെമ്മറിയിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. എന്നാൽ പിന്നെ കാര്യം ഞാൻ കമ്പ്യൂട്ടർ കാണിച്ചതാണ്. ഞാൻ കമ്പ്യൂട്ടറുകാരനെ വിളിച്ചു. whitehouse.com അറിയാം. കാര്യം അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന വൈറ്റ് ഹൗസല്ലേ. whitehouse.com കൊണ്ട് അടിക്കുകയും അതൊരു പോർണോഗ്രാഫി സൈറ്റാണ്. എനിക്ക് അറിഞ്ഞൂടാ. അമേരിക്കൻ മതാമ ഫ്രണ്ടും ബാക്കും പൂർണ്ണ നഗ്ന, നീഗ്രോ പെണ്ണ് ഫ്രണ്ടും ബാക്കും നഗ്ന, ചൈനീസ് പെണ്ണ് ഫ്രണ്ടും ബാക്കും പൂർണ്ണ നഗ്ന. നമ്മൾ ക്ലോസ് ചെയ്തേ ഇവനെ അടിച്ച് ക്ലോസ് ചെയ്ത് 16 പെണ്ണുങ്ങൾ പൂർണ്ണ നഗ്നരായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞു. പെങ്കൊച്ച് നിൽക്കുന്നു, അപ്പം നിൽക്കുന്നു, ഞാൻ നിൽക്കുന്നു, പോലീസുകാർ നിൽക്കുന്നു. എന്തൊരു നാണക്കേടായി. എനിക്കറിഞ്ഞുള്ളത് പോർണോഗ്രാഫി സൈറ്റാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് കിട്ടണമെങ്കിൽ whitehouse.americanpresident.org അടിച്ചെങ്ങനെ കിട്ടുള്ളൂ. whitehouse.com മാത്രം കിട്ടിയാലും. ഞാൻ രാത്രി 9:30 DGP അടുത്ത് പോയിട്ട് ഈ whitehouse.org ക്ലോസ് ചെയ്യിപ്പിച്ചു. ഇന്ന് രാത്രി വീട്ടിലൊക്കെ പോയി അടിച്ചാൽ കിട്ടത്തില്ല. അന്ന് തന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഇത് കാണാതിരിക്കാൻ. കുട്ടികളിങ്ങനെ കളിക്കുമ്പോൾ അറിയാതെ ഈ ഇങ്ങനെയുള്ള ഓർഗനിൽ ചെന്ന് കുട്ടികളെ അപകടത്തിലേക്ക് കുട്ടി പതിയിരിക്കും. കുട്ടി കമ്പ്യൂട്ടറിലൂടെയോ അല്ലാതെ ഇങ്ങനെ പോകാൻ പാടില്ല. ഞാൻ തൃശ്ശൂർ DYSP എൻ്റെ മുകളിലോട്ട് വന്ന് പൊട്ടിയ കാരണം ഒന്ന് സാറേ 9ാം ക്ലാസ് സ്കൂൾ ഫസ്റ്റായിരുന്നു എൻ്റെ മോൻ. 10ാം ക്ലാസ്സിൽ കയറിയപ്പോൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള സാറേ എന്തോ ഒന്നിന് പിടിയും കിട്ടുന്നത്. ഞാൻ വണ്ടി എടുത്ത ആ സ്കൂളിൽ പോയി. ഞാൻ ആ പ്രിൻസിപ്പളിനോട് അച്ചോ ഈ കുട്ടിയുടെ ക്ലാസ് ടീച്ചറെ എന്നെ വിളിച്ച് ഇറങ്ങി കാണിക്കാം. ഞാൻ ക്ലാസ് ടീച്ചറെ വിളിച്ചു. ഞാൻ എൻ്റെ ടീച്ചറെ കുട്ടിക്ക് പ്രശ്നം. ക്ലാസ് ടീച്ചറിന് കൊണ്ട് സാറേ ഈ കുട്ടി ക്ലാസ്സിൽ സ്കൂളിൽ ഏറ്റവും എടുക്കാൻ കുട്ടി, പക്ഷേ 3-4 മാസമായിട്ട് ഈ കുട്ടിക്ക് പഠിത്തത്തിലൊരു ഇൻട്രസ്റ്റ് ഇല്ല, എന്തോ ഒന്നിന് പിടിയും കിട്ടുന്നത്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ചോ ഈ DYSP വീട് 200 മീറ്റർ അല്ലേ, എന്നെ ഈ ക്ലാസ് ടീച്ചറെ എൻ്റെ അവിടെ ഉണ്ടാവുന്നു വെച്ചു. അപ്പോൾ ഞാൻ സ്ത്രീ വിഷയത്തിൽ നിന്ന് ഉപദ്രവകാരിയെന്ന് അച്ഛനറിയാം. അതുകൊണ്ട് ലേഡി ടീച്ചറിനെ എൻ്റെ കാറെ കയറ്റി വിട്ടു പോലീസ് സ്റ്റാഫ്. ഞാൻ ആ വീട്ടിൽ ചെന്നു. DYSP ഭാര്യ ചോദിച്ചു എന്താ അവൻ്റെ കുഴപ്പം? അമ്മ ഒരു പിടിയില്ല. എന്നോട് ഞാൻ പറഞ്ഞാൽ സ്റ്റഡി റൂം തുറക്കണം. അയ്യോ സ്റ്റഡി റൂം തുറന്നാൽ പറഞ്ഞ് ഇപ്പോഴും ഉണ്ടാവും. നമ്മൾ അതുകൊണ്ടാണ് അപ്പനമ്മയും കയറാൻ പാടില്ല സ്റ്റഡി റൂം തുറക്കാൻ പറ്റുന്നത്. ഞാൻ അകത്ത് കയറിയപ്പം ഇവൻ പഠിക്കാനിരിക്കുന്ന കസേരയുടെ നേരെ മുമ്പിൽ തമിഴ് സിനിമയിലെ ഹിന്ദി സിനിമയിലെ സിനിമാ നടിമാരുടെ നഗ്നങ്ങളായ ഒരു 6 ഫോട്ടോ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുകയാണ്. അതിന് മുമ്പിൽ നിന്ന് പഠിക്കുന്നത്. ഇവൻ്റെ ഗ്ലാൻഡെല്ലാം പ്രവർത്തനം തുടങ്ങിയ സമയമാണ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി കുഴപ്പമൊന്നും. ഞാൻ 6 ഫോട്ടോയെ വലിച്ചു പറിച്ചു. ആ DYSP പൊന്നു സാറേ ഇവിടെ വന്ന് ഭയങ്കര വിപ്ലവം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞ IGN ഒന്ന് പഠിച്ചോണ്ട് പോയാൽ പറയണം. അവൻ വീട്ടിൽ വന്നു ഫോട്ടോ കാണുന്നില്ല. അമ്മ ഇത് പറിച്ചോന്ന് ചോദിച്ചാൽ IGN ഇവിടെ വന്ന് എൻ്റെ മുറി കാണാൻ കയറി ഇതെല്ലാം പറിച്ചു വെച്ചിട്ടുണ്ട്. ഞാനാണ് പറിച്ചത്. പയ്യനങ്ങ് ശാന്തനായി. 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചറോട് ചെങ്ങനുണ്ടാവും. പഠിത്തത്തിൽ വീണ്ടും ഇമ്പ്രൂവ് ചെയ്തു. ഒരു 12 വർഷം കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ ഒരു ചീഫ് ഗസ്റ്റായിട്ട് പോവാണ്. അപ്പോൾ ഈ പയ്യൻ നടന്നു. ഞാൻ മോനെങ്ങനെ എത്തി? അയ്യോ സാറേ എനിക്ക് ഞാൻ MBBS എടുത്ത് MD എടുത്തുകൊണ്ട് ട്യൂട്ടറായിട്ട് മെഡിക്കൽ ട്യൂട്ടറായിട്ട് കയറിയിരിക്കാമോ? നമ്മൾ കൊള്ളാമോ ഫോണിലൊക്കെ അടിച്ച് അമ്മയെന്ന് വെച്ചു. അന്ന് ഞാൻ ആ മുറിയിൽ പോയി അവൻ്റെ ആ നഗ്ന ഫോട്ടോ വലിച്ച് പറിച്ചില്ലായിരുന്നു. അവൻ ഡോക്ടറാകും.
അവൻ ട്യൂട്ടറാവുമോ? ഇല്ല. സെക്സ് എന്ന് പറഞ്ഞത് അറിയാതെ ചെന്ന് തൃഷ്ണപ്പെട്ടാൽ ഏത് കുട്ടി, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നശിച്ചു പോകും. അതുകൊണ്ട് മൊബൈലിൽ കൂടെ കയറി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കയറി പോർണോഗ്രാഫി സൈറ്റ് കണ്ടുകൊണ്ടിരുന്ന ആ കുട്ടിയുടെ പഠിത്തം പോയി. കുട്ടിയുടെ സ്റ്റഡി റൂം നിങ്ങൾ പരിശോധിച്ചോണം. ആ സ്റ്റഡി റൂമിൽ എന്തൊക്കെയാണ് കുഴപ്പമെന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ അപകടം പതിയിരിക്കും. അപ്പോൾ ഇങ്ങനെ 5 ആൾ കുഴപ്പമുള്ളൂ: പുകവലി, മദ്യപാനം, കഞ്ചാവ്, പ്രേമം, മൊബൈല്, സ്പീഡ്, ഇങ്ങനെയുള്ള കുഴപ്പമാണ്. അപ്പോൾ ചീത്ത ലഹരികളൊക്കെ കുട്ടി പോകാതിരിക്കാൻ നോക്കണം. 6 വർഷം, 13, 14, 15, 16, 17, 18, 19, അത്രയും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കഴിയുമ്പോൾ കുട്ടി വിവാഹപ്രായമെത്തി. കുട്ടി അപകടത്തിലോട്ട് പോകാതെ, വേശ്യാലയത്തിലോട്ട് പോകാതെ കുട്ടിയെ നല്ലൊരു വിവാഹം കഴിപ്പിച്ചയക്കണം. എങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ. വിവാഹം കഴിക്കുമ്പോൾ ഇംഗ്ലീഷുകാർ പറയും ABCDEF, ഇംഗ്ലീഷ് ഭാഷയിൽ ആദ്യത്തെ 6 അക്ഷരങ്ങൾ. അതിൻ്റെ ഫുൾ ഫോമുള്ള 6 കാര്യം നോക്കിയിട്ട് വേണം കല്യാണം കഴിപ്പിക്കാം. A stands for ability, B stands for beauty, C stands for character, D ഡൗറി എന്നാണ് വാക്ക്, ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല, പൊതുസ്വത്തവകാശം. E stands for education, F stands for family. ഈ 6 ഘടകങ്ങൾ കൃത്യമായി നോക്കി ടാലി ചെയ്ത ഒരു കല്യാണം നടത്തണം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ജീവിതത്തിൽ 2 കാര്യങ്ങൾ നന്നായാൽ ഭൂമിയിൽ സന്തോഷമുണ്ടാവും. ഈ 2 കാര്യങ്ങൾ തെറ്റിയാൽ ഭൂമി പിന്നെ സന്തോഷം സാധനം ഉണ്ടാവില്ല. ദ സ്പൗസ് യു മാരി ആൻഡ് ദ ജോബ് യു ഡു. നമ്മൾ വിവാഹം ചെയ്ത് ഇണ ആരാണ്? ആൺകുട്ടിക്ക് പെൺകുട്ടി, പെൺകുട്ടിക്കാണ്. ആ ഇണ ശരിയായില്ലെങ്കിൽ ഭൂമിയിൽ സന്തോഷം ഉണ്ടാവില്ല. ദ പ്രൊഫഷൻ യു പ്രാക്ടീസ് ഓൺ ദ ജോബ് യു ഡു. മനസ്സിനിണങ്ങി ജോലി കിട്ടിയില്ല ഉണ്ടല്ലോ, സന്തോഷമൊന്നും സാധനം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കുട്ടിയെ പഠിപ്പിച്ച് അവൻ ഇണങ്ങുന്ന ഒരു ജോലി അവന് കണ്ടെത്താൻ പറ്റണം. അവനോ അവൾക്കോ ഉചിതമായ ഒരു സ്പൗസിനെ കണ്ടെത്താൻ പറ്റണം. അത് കണ്ടെത്താൻ പറ്റിയാൽ നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരമാവും. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജനിച്ച കുട്ടികൾ ഭൂമിയിലെ ഏറ്റവും സന്തോഷകരമായി ജീവിക്കും. അവർക്കുണ്ടാകുന്ന മക്കളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം. കൊച്ചുമക്കൾ. ആ കൊച്ചുമക്കളെ 3 വയസ്സ് 9 വയസ്സ് നിങ്ങൾ വളർത്തണം. ആ കുട്ടിയുണ്ടല്ലോ ലോകപ്രസിദ്ധിയാവും. ലോകത്തിന് ഐശ്വര്യമുള്ള കുട്ടിയായിട്ട് മുത്തശ്ശിമാർ വളർത്തിയാൽ 60 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ ആ കുടുംബത്തിന് ഭാരമാകുന്നു. 60 വയസ്സ് കഴിയുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം 60 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ള വീക്ക്നെസ്, അതിൽ വളരെ പ്രധാനമായിട്ടുള്ളത് വൈറ്റമിൻ B12 എന്ന് പറയുന്ന സയനോകോബാലമിൻ കുറയും. കുറഞ്ഞു കഴിഞ്ഞാൽ കൈക്ക് ബലമില്ല, കാലിന് ബലമില്ല, ആഹാരം കഴിക്കാൻ പറ്റിയല്ല. ഇന്ന് ശാസ്ത്രം ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. മിത്തിക്കോബാൽ 500 mcg എന്ന സാധനമാണ്. 10 രൂപ കൂടിയാണ്. ഒരെണ്ണം കഴിച്ചാൽ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള വൈറ്റമിൻ B12 ശരീരത്തിന് കിട്ടും. വെറുതെ മക്കൾക്ക് ഭാരമായി വീട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ C പ്രൊഡക്ഷൻ ഗണ്യമായി കുറയും. ഒരു വൈറ്റമിൻ C താമസിച്ച് കഴിച്ചിട്ടുണ്ട്. അല്ലെ ഏതെങ്കിലും 2 ഫ്രൂട്ട് കഴിച്ചോളാം. വൈറ്റമിൻ സിയുടെ ഷോർട്ടേജ് ഇല്ലാതാക്കാൻ വേണ്ടി ആഹാരത്തിൽ ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടണം. പിന്നെ നേരത്തെ പറഞ്ഞ ഓർമ്മശക്തി കുറഞ്ഞാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രഹ്മിയോ സാരസ്വാരിഷ്ടോ അങ്ങനെ ചില കുറേ സാധനങ്ങളൊന്നും കഴിക്കുക. പിന്നെ നിങ്ങൾ കിടക്കുന്ന സ്ഥലവും നിങ്ങൾ ജീവിക്കാനുള്ള പൈസയും ഒരു മക്കൾക്ക് മരവും കൊടുത്തേക്കണം. ഞാൻ ഓൾഡേജ് ഹോമിൻ്റെ കമ്മീഷൻ പത്രാണ്. കോടീശ്വരന്മാർ ഓൾഡേജ് ഹോം കിടന്ന് കഷ്ടപ്പെട്ട് കണ്ടിട്ടുണ്ട്. സ്വത്തെല്ലാം മക്കൾ കൊടുത്താൽ അവന്മാർ കായലാതെ മുരിക്കൽ നോക്കുമ്പോൾ കിടക്കുന്ന സ്ഥലം, കിടക്കാനുള്ള സ്ഥലം. ഏതോസം പറയും സ്വന്തം കൈ സ്വന്തം തല അടിക്കണം. അത് നന്ദയാണ്. ജീവിക്കാൻ ആവശ്യമുള്ളത് സർപ്രസുള്ളല്ല മക്കൾ കൊടുത്തു. ഞാൻ കുമ്മനാടൻ്റെ വലിയ മാവിയെ കാണാൻ ചെന്നപ്പോൾ വലിയ മാവി വിരൽ മുഴുവൻ കരിയോയിൽ പറ്റിച്ചു. ഞാൻ എന്തോ അമ്മ കരിയോയിൽ? അതെ, എനിക്ക് ഭയങ്കര ഉറക്കാൻ പറയും. ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ മരുമൂടുമല്ലോ പ്രമോടും കൂടുതൽ എന്നെ കൊണ്ട് വെള്ളം പതിച്ചാലേ എൻ്റെ സ്വത്തം കൂടും. അതുകൊണ്ട് കരിയോയിൽ പുരട്ടി വെള്ളം കെട്ടുമ്പോഴും കരിയോയിൽ പുരട്ടി അമ്മ ജീവിക്കുക. ഞാൻ അമ്മയ്ക്ക് ബാങ്കിൽ എത്ര ഉണ്ട്? 8 കോടി ഒന്നും മോനെ ബാങ്കിൽ. ഈ കരിയോയിൽ പറ്റിക്കൊണ്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. നിങ്ങൾക്ക് ജീവിക്കാനുള്ള അത്യാവശ്യം വെച്ച കഴിച്ചിട്ട് ബാക്കി മക്കൾക്ക് കൊടുക്കാം. ആരോഗ്യം പരീക്ഷിക്കണം. പിന്നെ
തലച്ചോറ് ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ 2 മണിക്കൂർ ഇൻ്റർവെച്ച് വർക്ക് ചെയ്യണം. 60 വയസ്സ് കഴിഞ്ഞവർ പത്രം വായിക്കൂ, മാസിക വായിക്കൂ, ടെലിവിഷൻ കാണുകയോ ചെയ്ത് തലച്ചോറിനെ ആക്ടിവേറ്റ് ചെയ്യണം. 10 മിനിറ്റ് ആരെങ്കിലും ചീത്ത വിളിക്കണം. മരുമോളെ ചീത്ത വിളിക്കാൻ മക്കളത് ഇന്നത്തെ പട്ടി ഓടാ പട്ടി 2 ചീത്ത പട്ടിയെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ വൃക്ഷത്തിലിരിക്കുന്ന പക്ഷിയെ ചീത്ത വിളിച്ചോളെ, കാക്കയെ ചീത്ത വിളിച്ചോളെ. ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോൾ ഈ തലച്ചോറിൻ്റെ ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ തലച്ചോറിന് ആരോഗ്യം പരീക്ഷിക്കാൻ വളരെ നല്ലതാണ്. ആരെ ചീത്ത വിളിക്കുന്നത് വളരെ പ്രധാനമാണ്. വീട്ടിൽ കുഴപ്പമുണ്ടാകാത്ത ആളുകളോട് ചീത്ത വിളിക്കുക, അത് മാത്രമാണ് ബ്ലഡ് സപ്ലൈ ഉറപ്പാക്കും. ഇൻ്റലക്ച്വൽ വർക്ക് ചെയ്യണം. നിങ്ങളുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി ആരോഗ്യവും പരീക്ഷിക്കണം. എന്തെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ അവസാനമായിട്ട് ദേവനോട് യാത്ര ചെയ്തു. എൻ്റെ ഹൃദയത്തെ വലിയ സ്വാധീനിച്ചൊരു പ്രാർത്ഥനയാണ്. ഞാൻ ദിവസം പള്ളിയിൽ പോകുമ്പോൾ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കും. ദേവാലയത്തിൽ തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലും ക്ഷേത്രത്തിലെല്ലാം പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ തിരിച്ച് ദേവൻ്റെ അടുത്ത് ദേവാദേവി ഞാൻ പോവാം, ഇനി ക്ഷേത്രത്തിൽ വരാമെന്ന് പ്രാർത്ഥിക്കാമെന്ന് എനിക്കൊരു ഉറപ്പില്ല. അവിടെ ഞാൻ ഇനി ഇവിടെ വരുന്നതിനും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവാ ഞാൻ 3 എണ്ണം ചോദിക്കുകയാണെങ്കിൽ തന്നേ പറ്റും, തരണമെന്ന് പറയല്ലേ ദേവാ. എന്നിട്ട് ചോദിക്കുന്നതൊക്കെ അറിയാം. അനായാസയെന്ന് മരണം, വിനാ ദൈന്യതേ ജീവിതം, ദേഹിമേ കൃപയാം വിഷ്ണു തുയീ ഭക്തരഞ്ജലം. അനായാസേന മരണം, എൻ്റെ മരണം ആയാസമില്ലാത്തതാണ്. പോകുന്ന വഴിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി കഷ്ണം മരിക്കരുത്. ക്യാൻസർ വന്ന് കട്ടുകൂടി കിടന്ന് അയ്യോ എന്ന് വിളിച്ചപ്പോൾ ചാവരുത്. അനായാസേന മരിക്കണം. നിങ്ങൾ അനായാസം മരിക്കണമെങ്കിൽ നിങ്ങൾ ആരോഗ്യം പരീക്ഷിച്ച് ഭയഭക്തിയോടെ ജീവിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നീതിമാൻ ഉറക്കത്തിൽ മരിക്കുന്ന വ്യവസ്ഥയിൽ പറയുന്നു. രണ്ടാമത്തെ പ്രാർത്ഥിക്കുന്ന വിനാ ദൈന്യതയെ ജീവിതം. എനിക്ക് ദൈന്യാവസ്ഥ ഉണ്ടാകും. ശാരീരികവും മാനസികമായ രോഗങ്ങളും സാമ്പത്തികമായ രോഗങ്ങളും വന്നിട്ട് ജീവിക്കാൻ ഇടവരരുത്. നിങ്ങൾ ദൈന്യാവസ്ഥ എത്തിയാൽ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കൊച്ചുമക്കളുടെ ജീവിതത്തിൽ പാഴാക്കുന്നത് ദൈന്യാവസ്ഥ ഉണ്ടാകും. ആ ദൈന്യാവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആരോഗ്യവും എല്ലാം പരീക്ഷിച്ചാണ്, സാമ്പത്തികവും പരീക്ഷിച്ചാണ്. മൂന്നാമത്തെ പ്രാർത്ഥിക്കുന്നത് ദേഹിമേ കൃപയാം വിഷ്ണു ത്വയീ ഭക്തി. എൻ്റെ ദേഹി, എൻ്റെ ആത്മാവ് ഞാൻ മരിച്ചാലുള്ളത് അങ്ങയുടെ മുമ്പിൽ തൊഴുതയ്യോടും നിൽക്കാനിടയാവും എന്ന് പറഞ്ഞാൽ എന്താ? മോക്ഷം കിട്ടുക. അല്ലാത്തവരുണ്ടല്ലോ ദൈവത്തിനടുത്തൊന്നും പോവുകയില്ല. പട്ടിയും പൂച്ചയും പന്നിയും പുഴുവൊക്കെ ആയിട്ട് ജീവിച്ച് പിന്നൊരു ജന്മം കിട്ടിയിട്ട് രക്ഷപ്പെടുന്നു. ഇവിടെ ദേഹിമേ കൃപയാം വിഷ്ണുവിൻ്റെ ആത്മാവ് ഭഗവാനെ ത്വയീ ഭക്തിജനം. അപ്പം നമ്മുടെ കുടുംബത്തിന് ശാന്തി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതനുസരിച്ച് ജീവിക്കണം. നമ്മളങ്ങനെ ജീവിച്ചാൽ നമുക്ക് മക്കൾക്ക്, നമ്മുടെ കൊച്ചുമക്കൾക്ക് ശാന്തി ഉണ്ടാവും. ആ കൊച്ചുമക്കൾ നല്ലപോലെ വീട്ടിൽ വളരാൻ നിങ്ങളുടെ മക്കൾക്കും മരുമക്കൾക്കും കഴിയും. ശാന്തി സമാധാനം ഉണ്ടാവും. അതിൽ അച്ഛനും അമ്മയും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കുട്ടി ഗർഭത്തിലാവുന്ന മുതൽ അമ്മ ചെയ്യേണ്ട കാര്യമുണ്ട്. അച്ഛൻ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങളുണ്ട്. സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പിന്നെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കൊച്ചുമക്കളുടെ വിദ്യാഭ്യാസത്തിന് കുഴപ്പമുണ്ടാകാതിരിക്കാൻ മുത്തച്ഛനും മുത്തച്ഛനും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പേരൻറ്റിങ് ഗർഭം മുതൽ മരണം വരെ, എഡ്യൂക്കേഷൻ ബിഗിൻസ് ഇൻ ദ വോം ആൻഡ് എൻഡ്സ് ഇൻ ദ ടോപ്പ്. അങ്ങനെ പേരൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ വളർന്ന് വലിയ നിലയിലെത്തി നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യ ബാധ്യതകളായി ശ്രീ രവിശങ്കർ കോളേജിന് ലോകപ്രസിദ്ധി നേടുന്ന മഹാന്മാരായ കുട്ടികളായി തീരും. ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ISRO നിന്ന് റോക്കറ്റ് വിക്ഷേപിച്ചു, ചന്ദ്രനിലിറങ്ങി. പിറ്റേ ദിവസം ISRO ചേർന്ന് ചെയ്ത പരിപാടി എന്താണ്? നേരെ വണ്ടിയായിട്ട് കൊല്ലത്തെ വീട്ടിൽ സ്കൂളിൽ വന്നു, പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ച സ്കൂളിൽ വന്നു. ഹെഡ്മിസ്ട്രസിനൊക്കെ കാലത്തൊക്കെ വന്നിച്ചു. പിന്നെ നേരെ TK എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. അവിടെ പറഞ്ഞു, ഈ എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വീട്ടൊക്കെ പാസ്സാവില്ല. അവർ നേരെ ശ്രീ രവിശങ്കർ സ്കൂളിൽ വരും. അന്നത്തെ പ്രിൻസിപ്പലിൻ്റെ കാലത്തൊക്കെ വന്നിക്കും. ഈ സ്കൂളിലായിരുന്നെങ്കിൽ I would not have been where I am എന്ന കുട്ടി പറയും. ആ കുട്ടി മുത്തശ്ശനെയും മുത്തശ്ശിയും ആ കുട്ടി പഠിച്ച കോളേജിൽ പോയി നന്ദി പറയും. അപ്പോൾ ഈ ശ്രീ രവിശങ്കർ കോളേജിൽ നിന്ന് മഹാന്മാരുണ്ടായി. നിങ്ങളുടെ നാടിനും നിങ്ങളുടെ വീടിനും ഈ സ്കൂളിനും അനശ്വര കീർത്തി നൽകാൻ ഇവിടുത്തെ കുട്ടികൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇളയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.